ഞങ്ങൾ പാടത്താണ് കേട്ടോ ഉള്ളത്. പാടത്തപ്പോൾ ഇതേ ഇവർ 3 പേരും മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് തോട്ടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ദേ ശംഭു ഉണ്ട്, ഉണ്ണിക്കുട്ടൻ്റെ കൂടെ ദേ കുഞ്ഞാപ്പും കൂടി ഉണ്ട്. കുഞ്ഞാപ്പ് പറ്റാത്ത കല്ലുകളൊന്നും എടുക്കണ്ട. അപ്പോൾ ദേ ഇവർ പിടിക്കുന്നത് വെറുതെ ഒന്നല്ല കേട്ടോ, മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അവർക്ക്. ദേ വലിയ മീനെ കിട്ടി ശംഭു പിടിച്ചു പറഞ്ഞു. ശംഭു ഒന്ന് കാണിച്ചടാ, ഇതാ കണ്ട. അപ്പോൾ അവർക്ക് ദേ 3-4 മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചേട്ടനും കുഞ്ഞാപ്പും എന്നും അടിയാണ്, അതേപോലെ തന്നെ ഇവിടെ വന്നിട്ടും. കുഞ്ഞാപ്പനെ കണ്ടിട്ട് മീൻ പോവും. ശംഭുവാണ് ഈ മീൻ പിടിക്കുന്ന കാര്യത്തില് എക്സ്പേർട്ടാണ്. ഉണ്ണിക്കുട്ടനും കുഞ്ഞാപ്പും തല്ല് കൂടുന്ന കാര്യത്തില് എക്സ്പേർട്ടാണ്. കുഞ്ഞാപ്പൂനിങ്ങനെ അവിടെ ഒന്നും ഇങ്ങനത്തെ സ്ഥലത്ത് പോവാത്തോണ്ടേ ഇങ്ങനെ കാണുമ്പോ ഭയങ്കര സന്തോഷാണ്. നമ്മളിപ്പോ എവിടെയാ ഉണ്ണൂട്ടാ? നമ്മളിപ്പോ എവിടെയാ? കണ്ടശാന്റെയാണോ? പിന്നെ എവിടെയാ? ആ അമ്മയുടെ വീട്ടിൽ വന്നിരിക്കട്ടാ. കുഞ്ഞാപ്പൂ നമ്മളെവിടെയാ? അങ്കമാലിയിലാരാ? അങ്കമാലിയിലെ പ്രധാനമന്ത്രി നിന്റെ ആരാ? അമ്മാവനാ? ഞങ്ങള് വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി എന്റെ വീട്ടിൽ വന്നിരിക്കട്ടോ. അപ്പൊ നിങ്ങളിവിടെ മീൻ പിടിക്കട്ടാ. ഞാൻ അമ്മാമ്മയുടെ അടുത്ത് പോയിട്ട് വരേ. യെസ്. അപ്പൊ ദേ അമ്മ അവിടെ നിന്നിട്ട് കപ്പ പറക്കണ്ടിട്ടാ. നമുക്ക് അമ്മേനെ പോയി കാണാം. പിള്ളേര് അങ്ങോട്ടും പോവില്ല. ഇതിലുണ്ടല്ലോ ഒരു കത്തി കൊടുത്തെങ്കിൽ വെട്ടിയെടുക്കായിരുന്നു. അപ്പൊ ദേ അമ്മ ഒരു ഹായ് കൊടുക്ക. അപ്പൊ ദേ അമ്മ കപ്പ പറക്കണ്ടിട്ടാ. ദേ ഇവിടെ ആരുമല്ല, യൂട്യൂബില് ദേ ഒരു വലിയത് കിടക്കണു. അയ്യോ ഇത് എലി കടിച്ചു. എലി കടിച്ചു ഗൈസ്. എന്തായി? എന്തോരം കിട്ടി? അത് മീനല്ല കുഞ്ഞാപ്പോ, അതൊരു ഇലയാണ്. കണ്ട ഈ ഇല കണ്ടിട്ട് കുഞ്ഞാപ്പോ മീൻ എന്ന് പറയുന്നത്. അയ്യേ കൈ കൊണ്ട് തുറന്നേക്കളത്. അയ്യേ ഈ വെള്ളത്തിൽ കുളിക്കാൻ കൊള്ളില്ല, ഇത് പൊട്ട വെള്ള. ചെളിമണം കണ്ടില്ലേ? പണ്ടൊക്കെ അമ്മ കുളിച്ചിരുന്നുട്ടാ ഈ തോട്ടിലൊക്കെ. ആ പണ്ടേ ഇതൊക്കെ നല്ല വൃത്തിയുള്ളതായിരുന്നു. ഇപ്പൊ വൃത്തികേടായി. നീന്താനുള്ള വെള്ളമൊന്നും ഉണ്ടാവില്ല, ഇതേപോലെ തന്നെ വെള്ളം ഉണ്ടാവുള്ളൂ. അലക്കൊക്കെ ചെയ്യും. ആ ഇത് ഇവിടെ ഇട്ടൊരു അലക്കല്ല് ഉണ്ടായിരുന്നു. അവിടെ കുഞ്ഞാപ്പൂന്റെ സൈഡിൽ ഇവിടെ ഇട്ടൊരു അലക്കല്ല് ഉണ്ടായിരുന്നു. ഇവിടെ ഈ കരയില്. ആ ശംഭു അവിടേക്കൊന്നും പോണ്ട, അങ്ങോട്ട് വാ. ശംഭുതി അങ്ങോട്ട് നീങ്ങി പോയിട്ട് മീൻ പിടിക്കാൻ നോക്കുക. ആ ഒത്തറുള്ളത് എത്ര ഫ്ലൈറ്റ് ഒരെണ്ണം പൊന്തുണ്ട്, ശബ്ദം കേൾക്കണ്ട്. കാണാൻ പറ്റുമോ? അതെ ഞവണിക്ക അതിന്റെ ആ ഭാഗത്തെ ഷെല്ലത്. അത് ഓപ്പൺ ആക്കിയിട്ടാണ് അതിന്റെ നാവൊക്കെ പുറത്തേക്ക് വന്നിട്ട് കുത്തി നടക്കുക. ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല, അപ്പുറത്തെ പാടത്ത് നിൽക്കുമ്പോ നമുക്ക് ഫ്ലൈറ്റ് പൊന്തി കാണാൻ പറ്റും. എന്താ കളി കുഞ്ഞാപ്പുവാ? ഡ്രസ്സൊക്കെ നനക്കിട്ടാ? വേറെ ഇല്ല, ഉണങ്ങിയിട്ടില്ല ഡ്രസ്സൊന്നും. അപ്പൊ ഉണ്ണിക്കുട്ടൻ മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടാ. 2 മീനെ കിട്ടിയെന്ന് പറയുന്നുണ്ട്.
നിങ്ങൾ ഈ മീനൊക്കെ എന്താ ചെയ്യാ? ഈ മീനൊക്കെ എന്താ ചെയ്യാ? വളർത്തിയിട്ട് പഠിപ്പിച്ച് വലിയ ഉദ്യോഗമൊക്കെ മേടിക്കും അല്ലേ? അതെ, നിന്റെ സ്കൂളിൽ കൊണ്ടുപോകും. അഡ്മിഷനൊക്കെ ശരിയാക്കോ? അവരൊക്കെ ഇനി പഠിപ്പിച്ച് വലുതാക്കണോ അല്ലേ? ഇനി കുഞ്ഞാപ്പ് തുടങ്ങിയിട്ട് മീൻ പിടിക്കാൻ. കുഞ്ഞാപ്പ് മീൻ പിടിച്ചു. നമുക്ക് അമ്മാമ്മയുടെ അടുത്തേക്ക് പോയാലോ കപ്പ പറിക്കാൻ? നിങ്ങൾ വന്നില്ലേ? നിങ്ങളോട് ഇട്ടിട്ട് പോവാനും പറ്റില്ലല്ലോ.